ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ സർ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള S3 ഫ്ലൂയിഡ് മെക്കാനിക്സ് ചാപ്റ്ററിലെ 4th മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ്. ഏതൊക്കെയാ നോക്കിയടാ? ഹേഗൻ പോഷ്ലെ ഫോർമുല ആൻഡ് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് മറിച്ചു നോക്കുവാണെങ്കിൽ ഒത്തിരി തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ മക്കളെ, ഇത് പഠിക്കാതെ പോകരുത്, നന്നായിട്ട് പഠിക്കുക, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡെറിവേഷൻസ് പ്രസന്റ് ചെയ്യുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹേഗൻ പോഷ്ലെ ഫോർമുല ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് ആദ്യം ഈ ഫിഗർ ആദ്യം വരയ്ക്കുക. ഫിഗർ വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് ഇതെന്ന് പറയുന്ന ഒരു പൈപ്പാണ്. പൈപ്പിന്റെ രണ്ട് സെക്ഷൻസ് എടുക്കുക. ഈ രണ്ട് സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 1, സെക്ഷൻ 2. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1, P2 ആൻഡ് P1, P2 ഇടയ്ക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഡിനോട്ട് ചെയ്തു, L എന്ന് ഡിനോട്ട് ചെയ്തു. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് x1 എന്ന് ഞാൻ എടുത്തു. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ x2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. ആദ്യം ആവറേജ് വെലോസിറ്റി നമുക്ക് എഴുതാം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനെ u ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. u ബാർ ഈസ് ഈക്വൽ ടു 1/8 mu into minus dou p by dou x the whole into r square. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? dou p by dou x minus dou p by dou x equal to 8 mu u bar divided by r square എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇവിടെ mu എന്ന് പറയുന്നത് എന്താണ്? mu എന്ന് പറയുന്നത് that is coefficient of viscosity. coefficient of വിസ്കോസിറ്റി. ഇതേപോലെ പഠിച്ചു പോയാൽ മതി, ഇതേപോലെ പഠിച്ചു പോയാൽ മതി നിങ്ങൾ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് എബവ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു മക്കളെ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. നോക്കിക്കേടാ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇന്റഗ്രൽ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് P2 P1 dp that is equal to integral x2 x1 8 mu u bar divided by r square dx എന്ന് വരും. ക്ലിയർ ആണോ? സോ ഈ dp നെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് മൈനസ് p എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക P2 P1. ഇനി എന്ത് ചെയ്യണം? ഇത് കോൺസ്റ്റന്റ് ടേം അല്ലേ, അതിന് പുറത്തോട്ട് കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ that is equal to 8 mu u bar divided by r square dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് x. ലിമിറ്റ് കൊടുക്കുക x2 x1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് P1 മൈനസ് P2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 mu u bar divided by r square into x1 മൈനസ് x2. ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? സോ ഈ മൈനസ് ഓഫ് P1 മൈനസ് P2 അല്ലേ, ഞാൻ ഇതിനെ P1 മൈനസ് P2 എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 mu u bar ഡിവൈഡ് ബൈ r സ്ക്വയർ. ഈ പറയുന്ന x1 മൈനസ് x2 എന്തായി മാറും? x2 മൈനസ് x1 ആയി മാറും. x2 മൈനസ് x1 ആയി മാറും. ഈ x2 മൈനസ് x1 എന്താണ് മക്കളെ? x2 മൈനസ് x1 എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് L. ദാറ്റ് ഈസ് L. ദാ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ അല്ലേ? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x2 അല്ലേടാ, അതിൽ നിന്നും x1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? യെസ്, ദിസ് L കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ P1 മൈനസ് P2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 mu u bar ബൈ r സ്ക്വയർ ഇൻറ്റു ഈ x2 മൈനസ് x1 പകരം നമുക്ക് എന്ത് കൊടുക്കാടാ? ഇവിടെ L എന്ന് കൊടുക്കുക. ഈ P1 മൈനസ് P2 എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് പ്രഷർ ഡ്രോപ്പ് എന്ന് പറയും. എന്ത് പറയും? pressure drop. That is P1 minus P2 is equal to 8 mu u bar L divided by r square അല്ലേ? r എന്ന് പറയുന്നത് എന്താണെടാ? ഡയമീറ്റർ ബൈ 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ r ന് പകരം എന്ത് കൊടുക്കുക? d/2 കൊടുക്കുക. That is d/2 the whole square. d/2 the whole square. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ P1 minus P2 that is equal to 8 mu u bar L divided by ഇതെന്താണ്? സ്ക്വയർ ചെയ്യുക, ഡിക്ക് സ്ക്വയർ ചെയ്യുക, 2 സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് d സ്ക്വയർ ബൈ 4. ഇനി എന്ത് ചെയ്യാം? ഈ പറയുന്ന 4 എന്ന് പറയുന്ന നേരെ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 8 into 4 ദാറ്റ് ഈസ് 32 mu u bar L ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്
ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് HF എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. HF എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് P1 മൈനസ് P2 ബൈ റോ ജി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി നമ്മൾ എന്തെന്ന് പഠിച്ചു? ദാറ്റ് ഈസ് HF എന്ന് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 32 mu u bar L ഡിവൈഡഡ് ബൈ റോ ജി ഡി സ്ക്വയർ നമുക്ക് എഴുതാം. സോ മക്കളെ നോക്കിയടാ, യെസ്, this equation is called Hagen-Poiseuille equation. So yes, ഇതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? This equation is called Hagen-Poiseuille equation അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയാം. Okay, in terms of pressure head, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പോ ശ്രദ്ധിച്ചേടാ, ഈ ഇക്വേഷൻ എന്താ കാണിച്ചിരുന്ന അറിയാമോ? ഈ ഇക്വേഷൻ എന്താ കാണിച്ചിരുന്നത്? ദാറ്റ് ഈസ് പ്രഷർ ലോസ് എന്ന് പറയാൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയുന്നു എടാ? വെലോസിറ്റി എന്ന് പറയുന്നു. പ്രഷർ ലോസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് പറയുന്നു. ദാറ്റ് ഈസ് when the flow is laminar. So മക്കളെ നോക്കിക്കേ, Hagen-Poiseuille equation എന്ന് പറയുന്നത് എന്താ പറയുന്നത്? That is pressure loss is directly proportional to velocity when flow is laminar. അതായത് ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെയുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കുന്ന സമയത്ത് പ്രഷർ ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ Hagen-Poiseuille equation ഡെറിവേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. സോ നമുക്ക് നെക്സ്റ്റ് ഡെറിവേഷനിലോട്ട് പോകാം. ദാറ്റ് ഈസ് Darcy-Weisbach's equation. Okay, another important ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചേ, അതിനും ഒരു ഫിഗർ ഉണ്ട്. സോ കൺസിഡർ എ യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് ഹാവിംഗ് എ സ്റ്റഡി ഫ്ലോ. ഇവിടെ നോക്കിക്കേ, ഈ പൈപ്പിനുള്ളിൽ നമ്മൾ നേരത്തെ പോലെ രണ്ട് സെക്ഷൻസ് എടുത്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ. ഇതിൽ കൂടെയാണ് ഫ്ലോ നടക്കുന്നത്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാം. That is applying Bernoulli's equation between എവിടെ അപ്ലൈ ചെയ്യുന്ന മക്കളെ? സെക്ഷൻ 1 and 2. അപ്ലൈയിങ് between the section 1 and 2. ആ സമയത്ത് ടോട്ടൽ ഹെഡ് അറ്റ് 1 is equal to എന്തായിരിക്കും? That is total head at 2 പ്ലസ് എന്താണ്? ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ 1 and 2. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ടോട്ടൽ ഹെഡ് അറ്റ് 1 നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് P1 സ്ക്വയർ ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് 2. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? P2 സ്ക്വയർ ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 പ്ലസ് ഇവിടെ നോക്കിക്കേടാ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ 1 and 2 നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് HF എന്ന് എഴുതും. ക്ലിയർ ആണോ? ദിസ് പൈപ്പ് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടൽ. ദാറ്റ് മീൻസ് പൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് സെക്ഷൻ 1 ആണ്, ഇതെന്ന് പറയുന്നത് സെക്ഷൻ 2 ആണ്. ഈ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് പറയുന്ന ഡേറ്റം ലൈനിൽ നിന്നും ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് മീൻസ് സിൻസ് ദ പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ, പൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ മക്കളെ ഇരിക്കുന്നത്? ഹൊറിസോണ്ടൽ അല്ലേ? അതുകൊണ്ട് തന്നെ Z1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താടാ? Z2. അതേപോലെ ഡയമീറ്ററും എന്ത് തന്നെയാണ്? ഡയമീറ്ററും സെയിം തന്നെയാണ്. ഡയമീറ്റർ ഈസ് സെയിം അറ്റ് സെക്ഷൻ 1 and 2. ഡയമീറ്ററും എന്ത് തന്നെയാണ്? സെയിം ആണ്. അതേപോലെ വെലോസിറ്റി V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? V തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഇക്വേഷൻ ബിക്കംസ് P1 by rho g is equal to P2 by rho g plus HF എന്നായി മാറും. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാടാ? HF കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ HF is equal to P1 minus P2 by rho g എന്ന് കിട്ടും. ഇതിനെന്ത് ചെയ്യാം?
P1 minus P2 എങ്ങനെ കണ്ടുപിടിക്കാം? P1 minus P2 എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ റോ ജി എച്ച് എഫ് എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ നമ്മൾ F1 എന്ന് ഡിനോട്ട് ചെയ്യും. F1 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ ആണെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 2. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ക്ലിയർ ആണോ? അതേപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു എ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇനി ഈ F1 ന്റെ ദിസ് ഇക്വേഷനും F1 ന്റെ ദിസ് ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2. ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഇൻറ്റു സ്മോൾ എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു എ. ക്ലിയർ ആണോ? ഇതിൽ നിന്നും P1 മൈനസ് P2 എങ്ങനെ കണ്ടുപിടിക്കാം? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ്, ജസ്റ്റ് നോർമൽ മാത്തമാറ്റിക്സ്, എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് തന്നെയാടാ? എ. അപ്പൊ ഈ P1 മൈനസ് P2 എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? എന്താണ് മക്കളെ? റോ ജി ഇൻറ്റു എച്ച് എഫ് അല്ലേ? അങ്ങനെയാണെങ്കിൽ P1 മൈനസ് P2 പകരം നമുക്ക് എന്ത് ഇടാടാ? റോ ജി എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ നമുക്ക് എഴുതാം. ഡൗട്ട് ഉണ്ടോടാ? ഡൗട്ട് ഉണ്ടോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എച്ച് എഫ് കണ്ടുപിടിക്കാം. എച്ച് എഫ് എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ ജി. ഇനി നോക്കിക്കേടാ, എ അല്ലേ? ഇനി നമുക്ക് റോ ജി ഇൻറ്റു എ അല്ലേ? എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏരിയ ആണ്. ഏരിയയെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണ് ഏരിയക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ പൈയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഈ 4 എന്ന് പറയുന്ന നേരെ എന്ത് ചെയ്യും? മുകളിൽ പോകും. അങ്ങനെയാണെങ്കിൽ എച്ച് എഫ് ഈസ് ഈക്വൽ ടു 4f ഡാഷ് എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ ജി ഡി എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ എഫ് ഡാഷ് ബൈ റോ ജിയെ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് എഫ് ബൈ 2g എന്ന് എഴുതാം. ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താടാ? എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. എന്താണ് മക്കളെ? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4 എങ്ങനെയായി മാറൂടാ? വേറെ ഒന്നുമില്ല, ഇവിടെ എഫ് ഡാഷ് ബൈ റോ ജിക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കാടാ? എഫ് ബൈ 2g ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4 ബിക്കംസ് എന്തായി മാറും? ബിക്കംസ് എച്ച് എഫ് ഈസ് ഈക്വൽ ടു 4f LV സ്ക്വയർ ഡിവൈഡഡ് ബൈ 2gd എന്നാകും. ഓക്കെ, പഠിച്ചോ? സോ മക്കളെ ശ്രദ്ധിച്ചേ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ as ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ. ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ പഠിച്ചോ? പഠിച്ചോ? ക്ലിയർ അല്ലേ? സോ മക്കളെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഏതൊക്കെ ഇക്വേഷൻ പഠിച്ചടാ? നോക്കിയേ, നമ്മൾ 2 ഇക്വേഷന്റെ ഡെറിവേഷൻസ് പഠിച്ചു. ഏതൊക്കെയാ? ഹേഗൻ പോഷലെ ഫോർമുലയും ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനും. ഈ 2 ഇക്വേഷൻ ഡെറിവേഷൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിച്ചത്, വളരെ സ്പീഡ് ആയിട്ടാണ് പഠിച്ചത്. സോ മക്കളെ, ഈ ഒരു 2 ഡെറിവേഷനും നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇത് മാത്രം പഠിച്ചിട്ട് പോകണം എന്നല്ല പറഞ്ഞത്, ഇത് പഠിക്കാതെ പോകരുത് എന്നാണ് പറഞ്ഞത്. ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്, സാറ് പഠിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പാസ്സാകുമോ, ഫുൾ മാർക്ക് കിട്ടുമോ ചോദിക്കുന്നവർ വരെ ഉണ്ട്. പക്ഷെ മക്കളെ അങ്ങനെ അല്ല, നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഞങ്ങൾ നിങ്ങളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ സെറ്റ് ആക്കി വിടും. ഓക്കെ, സോ ഇത് പഠിക്കാതെ പോകരുത് ഒരിക്കലും. ഈ 2 ഡെറിവേഷൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എക്സാമിന് പോകരുത്. എന്റെ പ്രിയപ്പെട്ട മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് S3 കുട്ടികളോടാണ് ഈ പറയുന്നത്, നിങ്ങൾ ഈ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് എക്സാമിന് പോവുകയേ ചെയ്യരുത്. ഉറപ്പായിട്ടും ചോദിക്കും. ഇനിയും വീണ്ടും ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് വീണ്ടും വേറൊരു സെഷനിൽ വരാം. അതുവരെ ബൈ.